നമസ്കാരം. ഇന്ത്യൻ സൈന്യത്തിന്റെ ഏറ്റവും ശക്തമായ 10 ആയുധങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുവാൻ പോകുന്നത്. പട്ടികയിൽ 10ാം സ്ഥാനത്തുള്ളത് പിനാക MLRS ആണ്. വിന്റേജ് BM-21 ഗ്രാഡ് MLRSന് പകരമായി ഇന്ത്യ നിർമ്മിച്ച ദീർഘദൂര വിമാനമായിരുന്നു പിനാക. ഇതിന്റെ പ്രൊനൗൺസിയേഷൻ പിനാക്ക എന്നും പറയുന്നുണ്ട്, പിനാക എന്നും കാണുന്നുണ്ട്. തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക. 1998 40 കിലോമീറ്റർ റേഞ്ച് സിസ്റ്റമായി ഇത് സേവനത്തിൽ പ്രവേശിച്ചു. കൂടാതെ MBC സംരക്ഷണതയുള്ള 8x8 ട്രക്കിൽ ഘടിപ്പിച്ച 12 റോക്കറ്റുകൾ ഇതിൽ ഉൾപ്പെടുന്നു. 65 കിലോമീറ്റർ റേഞ്ച് റോക്കറ്റുകളുള്ള ഒരു മെച്ചപ്പെടുത്തിയ വകഭേദം നിലവിൽ സേവനത്തിലുണ്ട്. ഇവ ഉയർന്ന നെറ്റ്വർക്ക് റോക്കറ്റ് ലോഞ്ചറുകളാണ്. കൂടാതെ വെപ്പൺ ലൊക്കേറ്റിംഗ് റഡാറുകൾ, ബാറ്റിൽ ഫീൽഡ് സർവേലൻസ് റഡാറുകൾ, ആളില്ലാ ആകാശ വാഹനങ്ങൾ, ദീർഘദൂര IR, ഒപ്റ്റിക്കൽ സൈറ്റിംഗ് സിസ്റ്റങ്ങൾ എന്നിവയുമായി സംയോജിച്ച് പ്രവർത്തിക്കുന്നു. 1999 കാർഗിൽ വാറിൽ തണുത്തതും ഉയർന്ന ഉയരത്തിലുള്ളതുമായ പ്രദേശങ്ങളിൽ ഇവ പോരാട്ടം തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. സമാനമായതോ മികച്ചതോ ആയ പ്രകടനം വാഗ്ദാനം ചെയ്യുന്ന പിനാക്ക അതിന്റെ അമേരിക്കൻ തുല്യമായ M270നേക്കാൾ 10 മടങ്ങ് വില കുറഞ്ഞതാണെന്ന് രസകരമാണ്. പട്ടികയിൽ 9ാം സ്ഥാനത്തുള്ളത് PAD-AAD ബാലിസ്റ്റിക് മിസൈൽ ഡിഫൻസ് സിസ്റ്റമാണ്. ഇന്ത്യൻ ബാലിസ്റ്റിക് മിസൈൽ ഡിഫൻസ് പ്രോഗ്രാം ആദ്യമായി പ്രഖ്യാപിച്ചപ്പോൾ തന്നെ അമ്പരന്നു. അതിനുശേഷം വളരെ ദൂരം പിന്നിട്ടിരിക്കുന്നു. ഒരു ഹ്രസ്വദൂര ബാലിസ്റ്റിക് മിസൈലിനെതിരെ ഇത് വിജയകരമായി പരീക്ഷിച്ചിട്ടുള്ളതാണ്. കൂടാതെ പ്രധാന നഗരങ്ങളെ സംരക്ഷിക്കുന്നതിനായി കുറഞ്ഞ സമയത്തിനുള്ളിൽ വിന്യസിക്കുവാൻ കഴിയുമെന്ന് റിപ്പോർട്ടുകളുണ്ട്. 2 ഇന്റർസെപ്റ്റർ മിസൈലുകളായ പൃഥ്വി എയർ ഡിഫൻസും അഡ്വാൻസ് എയർ ഡിഫൻസും എന്നിവയും ഗ്രീൻ പൈൻ റഡാറും ഈ സംവിധാനത്തിന്റെ കാതലാണ്. 80 കിലോമീറ്ററിലധികം പരിധിയും 2000 കിലോമീറ്ററിലധികം പരിധിയുമുള്ള ഒരു എക്സോ അറ്റ്മോസ്ഫിയറിക് ഇന്റർസെപ്റ്ററാണ് PAD അഥവാ പൃഥ്വി എയർ ഡിഫൻസ്. ഭൂമിയുടെ അന്തരീക്ഷത്തിന് പുറത്ത് സഞ്ചരിക്കുന്ന ബാലിസ്റ്റിക് മിസൈലുകളെ തടയുവാൻ ഇത് ഉപയോഗിക്കുന്നു. 250 പരം കിലോമീറ്ററും 30 കിലോമീറ്ററും പരിധിയുമുള്ള ഒരു എൻഡോ അറ്റ്മോസ്ഫിയറിക് ഇന്റർസെപ്റ്ററാണ് AAD. ഹ്രസ്വദൂര ബാലിസ്റ്റിക് മിസൈലുകളെ തടയുവാൻ ഇത് ഉപയോഗിക്കുന്നു. ഈ 2 മിസൈലുകളും തുടക്കത്തിൽ ഒരു ഇനേർഷ്യൽ നാവിഗേഷൻ സിസ്റ്റം വഴി നയിക്കപ്പെടുന്നു. പട്ടികയിൽ 8ാം സ്ഥാനത്തുള്ളത് നമീക എന്നറിയപ്പെടുന്ന നാഗ് മിസൈൽ കാരിയർ ആണ്. ഇന്ത്യ വികസിപ്പിച്ചെടുത്ത താരതമ്യേന അജ്ഞാതമായ ഒരു ആയുധമാണിത്. പരിഷ്കരിച്ച BM-2ൽ ചേസിയിൽ ഘടിപ്പിച്ചിരിക്കുന്ന 3ാം തലമുറ നാഗ് ആന്റി ടാങ്ക് മിസൈലാണ് ഈ സംവിധാനത്തിന്റെ കാതൽ. കവചിത ബോക്സ് ലോഞ്ചറുകളിൽ 8 നാഗ് മിസൈലുകളും ശത്രു ടാങ്കുകളെ കണ്ടെത്തുന്നതിനായി പൂർണ്ണമായ ഒപ്റ്റിക്കൽ IR സെൻസർ ന്യൂട്ടുള്ള റീലോഡിനായി 8 മിസൈലുകളും ഇതിൽ അടങ്ങിയിരിക്കുന്നു. ഈ മിസൈലുകൾ ഫയർ ആൻഡ് ഫോർമാറ്റ് ആണ്. കൂടാതെ ടാങ്കുകളുടെ മുകൾ ഭാഗ്യം ലക്ഷ്യമിട്ട് അതിനെ ഭേദിപ്പിക്കുവാൻ ഉപയോഗിക്കുന്ന പല അഭ്യാസ മുറകളും ഇവന്റെ പക്കലുണ്ട്. ലോകത്തിൽ വളരെ കുറച്ച് സൈന്യങ്ങൾക്ക് മാത്രമേ സമാനമായ സംവിധാനങ്ങളുള്ള ഒരു മിസൈൽ ഘടന ഉള്ളൂ എന്നതിനാൽ ഈ ആയുധ സംവിധാനം വളരെ സവിശേഷതമാണ്. പട്ടികയിൽ 7ാം സ്ഥാനത്തുള്ളത് P-8I നെപ്റ്റ്യൂൺ ആണ്. ഇന്ത്യക്ക് ഏകദേശം 7500 കിലോമീറ്റർ നീളമുള്ള തീരപ്രദേശവും സംരക്ഷണം ആവശ്യമായുള്ള 100 കണക്കിന് ദ്വീപുകളുമുണ്ട്. ശത്രുക്കളായ അന്തർവാഹിനികൾക്ക് പതിയിരിക്കുവാൻ അനുയോജ്യവുമാണ്. അവിടെയാണ് PAI വരുന്നത്. മറ്റ് ASW വിമാനങ്ങൾക്ക് തുല്യമല്ലാത്ത മികച്ച സഹിഷ്ണുതയും സെൻസർ സ്യൂട്ടും കാരണം ഇത് തിരഞ്ഞെടുക്കപ്പെട്ടു. ബേസിൽ നിന്ന് 2000 കിലോമീറ്റർ അകലെ 4 മണിക്കൂർ ദൗത്യക്ഷമത ഇതിനുണ്ട്. അതായത് ബേസിൽ നിന്ന് 2000 കിലോമീറ്റർ പറക്കുവാനാകും. 4 മണിക്കൂർ അന്തർവാഹിനികളെ വേട്ടയാടുവാനും തുടർന്ന് 2000 കിലോമീറ്റർ വരെ തിരികെ പറന്ന് അതിന്റെ ആന്തരിക ഇന്ധനം മാത്രം ഉപയോഗിച്ച് പറക്കുവാനും ഇതിന് കഴിയും. P-8Iയുടെ മൂക്കിൽ ഒരു ദീർഘദൂര തിരയൽ റഡാറുണ്ട്. അന്തർവാഹിനികളെ വേട്ടയാടുന്നതിന് പിന്നിൽ ഒരു മാഗ്നറ്റിക് അനോമലി ഡിക്ഷൻ ഇതിനുണ്ട്. കൂടാതെ ഇന്ത്യൻ വേരിയന്റ് നിരവധി ഇലക്ട്രോണിക് സിസ്റ്റങ്ങളെ ഇന്ത്യൻ പതിപ്പുകളെ ഉപയോഗിച്ച് മാറ്റി സ്ഥാപിക്കുന്നുമുണ്ട്. പട്ടികയിൽ 6ാം സ്ഥാനത്തുള്ളത് കഥകളിൽ മാത്രം കേട്ടുവരുന്ന പേരാണ്. അതെ, T-90s ഭീഷ്മ. 5000-ലധികം T-55 ടാങ്കുകളുടെ ഓപ്പറേറ്റർ ആയതിനാൽ ഇന്ത്യൻ സൈന്യം T-90S അവയ്ക്ക് പകരമായി തിരഞ്ഞെടുത്തത് സ്വാഭാവികമാണ്. T-80 എബ്രഹാം ടാങ്കുകൾ വാങ്ങുവാനുള്ള അയൽക്കാരന്റെ ശ്രമത്തിന് മറുപടിയായി റഷ്യയിൽ നിന്നാണ് അവ ആദ്യം തിടുക്കത്തിൽ വാങ്ങിയത്. വെറും 48 ടൺ ഭാരമുള്ള ഇതിന് 3 പേരടങ്ങുന്ന ഒരു ക്രൂ ഉണ്ട്. ഇത് 125 mm സ്മൂത്ത് ബോൾ തോക്കിനായി ഒരു ഓട്ടോ ലോഡർ ഉപയോഗിച്ചാണ് സാധ്യമാക്കുന്നത്. ഇന്ത്യൻ T-90S റഷ്യൻ T-90Aയുടെ തരം താഴ്ത്തിയ വകഭേദങ്ങളാണെന്ന് പറയപ്പെടുന്നുണ്ട്. എന്നാൽ ഇന്ത്യക്കാർ അതിൽ ഇസ്രയേലി, ഫ്രഞ്ച്, സ്വീഡിഷ് ഉപസംവിധാനങ്ങൾ ഘടിപ്പിച്ചിട്ടുണ്ട്. കൂടാതെ റഷ്യൻ ഭഗവതത്തെക്കാൾ മികച്ചതായി മാറ്റിയിട്ടുമുണ്ട്. ശത്രു ടാങ്ക് വിരുദ്ധ യുദ്ധ ഉപകരണങ്ങൾക്കെതിരെ 3 ലെയർ പ്രതിരോധം നൽകുന്ന SAAB LEDS 150 ആക്റ്റീവ് പ്രൊട്ടക്ഷൻ സിസ്റ്റവും ഇതിൽ ഘടിപ്പിക്കുവാൻ പദ്ധതിയുണ്ട്. ആദ്യ പാളി APS ആണ്. 2ാമത്തെ പാളി ERA ആണ്. 3ാമത്തെ പാളി സെറാമിക് കവചമാണ്. IAFയുടെ II-76 C-17 ട്രാൻസ്പോർട്ടുകൾ വഴി എയർലിഫ്റ്റ് ചെയ്യുവാൻ കഴിയുന്നതിനാൽ T-90S എവിടെയും എളുപ്പത്തിൽ വിന്യസിക്കുവാൻ കഴിയും.
പട്ടികയിൽ 5ാം സ്ഥാനത്തുള്ളത് ഇന്ത്യൻ നേവിയുടെ കരുത്തായ INS വിക്രമാദിത്യയും കൊൽക്കത്തയുടെ ക്ലാസ് ഡിസ്ട്രോയേഴ്സുമാണ്. ഇവ രണ്ടും വളരെ ശക്തമായ അസ്ഥികളാണ്. അവർ പവർ പ്രൊജക്ട് ചെയ്യുന്നതിനും ദൗത്യങ്ങൾ നിർവഹിക്കുന്നതിനും ഒരുമിച്ച് പ്രവർത്തിക്കും. ഇന്ത്യയുടെ ഏറ്റവും പുതിയ വിമാനവാഹിനി കപ്പലായ INS വിക്രമാദിത്യ ഇതുവരെ അവർ പ്രവർത്തിപ്പിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ കപ്പലാണ്. 45,000 ടൺ ഭാരമുള്ള ഈ നവീകരിച്ച വിമാനവാഹിനി കപ്പൽ നിലവിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഏറ്റവും ശക്തമായ ആസ്തിയാണ്. 24 MiG-29K യുദ്ധവിമാനങ്ങളും 6 SSW, ESW ഹെലികോപ്റ്ററുകളും വിന്യസിക്കുവാനുള്ള ശേഷി ഇതിനുണ്ട്. ഈ ശക്തമായ സംയോജനം ഇന്ത്യൻ നാവികസേനയ്ക്ക് വളരെ ഉപയോഗപ്രദമായ ഒരു പവർ പ്രൊജക്ഷന് ഉപകാരം ചെയ്യുന്നു. ശക്തമായ വായുവിലൂടെയും റഡാർ സംവിധാനങ്ങൾക്കിടയിലൂടെയും ഇത് പ്രവർത്തിക്കുവാനാകും. പട്ടികയിൽ 4ാം സ്ഥാനത്തുള്ളത് ഫാൽക്കൺ അവാക്കസ് ആണ്. എയർബോൺ ഏർലി വാർണിംഗ് ആൻഡ് കൺട്രോൾ സിസ്റ്റം, അതായത് AWACS-നെയാണ് ഞാൻ അവാക്കസ് എന്ന് അഭിസംബോധന ചെയ്തത്. റഷ്യൻ II-76 വിമാനത്തിൽ ഘടിപ്പിച്ചിരിക്കുന്ന ഇസ്രായേലി ELTA-EL W2090 റഡാർ ഇതിൽ ഉൾപ്പെടുന്നു. II-76 മുകളിലുള്ള ഒരു താഴികക്കുടത്തിനുള്ളിൽ ഘടിപ്പിച്ചിരിക്കുന്ന 360° ആക്റ്റീവ് ഇലക്ട്രോണിക് സ്കാനിംഗ് അറേ ഇന്ത്യൻ വ്യോമസേനയ്ക്ക് ഫാൽക്കണുകൾ വിലമതിക്കാനാവാത്ത ഒരു ആസ്തിയാണ്. കൂടാതെ ഇത് പ്രധാന ശക്തിയുടെ പവർ ഹൗസായും പ്രവർത്തിക്കുന്നു. 500 കിലോമീറ്റർ അകലെയുള്ള ലക്ഷ്യങ്ങൾ കണ്ടെത്തുവാൻ ഇവയ്ക്ക് കഴിയും. കൂടാതെ കരയിൽ അധിഷ്ഠിത റഡാറുകൾ വ്യാപകമായി വിന്യസിക്കാത്ത പർവ്വത, മരുഭൂമി പ്രദേശങ്ങളിൽ അത്തരമൊരു സവിശേഷത നിർണായകമാണ്. ഒരേ സമയം 100 ലക്ഷ്യങ്ങൾ വരെ ട്രാക്ക് ചെയ്യുവാനും അവയെ തടസ്സപ്പെടുത്തുവാൻ ഫൈറ്റർ ജെറ്റുകളെയും ISM-കളെയും നയിക്കുവാനും ഇവയ്ക്ക് കഴിയും. യുദ്ധത്തിൽ അത്തരമൊരു സംവിധാനം ഉപയോഗിച്ചാൽ ക്രൂയിസ് മിസൈലുകൾ കണ്ടെത്തുവാനും അപ്രതീക്ഷിത ശത്രു വ്യോമാക്രമണങ്ങളെ ചെറുത്തു നിൽക്കുവാനും സാധ്യമാവുന്നതാണ്. പട്ടികയിൽ 3ാം സ്ഥാനത്തുള്ളത് INS ചക്രയാണ്. റഷ്യയിൽ നിന്ന് 10 വർഷത്തെ പാട്ടത്തിന് ആകുല 2ാം ക്ലാസ് SSN നേർപ്പ് സ്വന്തമാക്കിയതോടെ ഇന്ത്യൻ നാവികസേന അവരുടെ വിമാനവാഹിനി കപ്പലുകൾക്കും ഡിസ്ട്രോയറുകൾക്കും ദീർഘദൂര അണ്ടർ വാട്ടർ എക്സ്കോർട്ട് നൽകുവാനുള്ള കഴിവ് നേടി. ഇന്ത്യൻ ആവശ്യങ്ങൾക്കായി പരിഷ്കരിച്ച INS ചക്രയിൽ 8x533 MA ടോർപീഡോ ട്യൂബുകളിൽ നിന്ന് വിക്ഷേപിക്കുവാൻ കഴിയുന്ന 36 ടോർപീഡുകളുടെയും ക്ലബ് ആന്റി ഷിപ്പ് മിസൈലുകളുടെയും ഒരു മിശ്രിതം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ബ്രഹ്മോസ് മിസൈലുകൾക്കായി ലംബ വിക്ഷേപണ ട്യൂബുകൾ വഹിക്കുന്നതിനായി ഇത് പരീക്ഷിച്ചേക്കാം. പട്ടികയിൽ 2ാം സ്ഥാനത്തുള്ളത് ഒരുപക്ഷെ ഏറ്റവും പോപ്പുലറായ ഇന്ത്യൻ വെപ്പണായിരിക്കും. അതെ, ബ്രഹ്മോസ് മിസൈൽ. ഇന്ത്യയുടെ കൈവശമുള്ള ഏറ്റവും പ്രശസ്തമായ ആയുധമാണിത്. ഇന്ത്യയുടെ ആവശ്യങ്ങൾക്കായി യാഖോൺ മിസൈൽ പരിഷ്കരിച്ച ഏതു പ്ലാറ്റ്ഫോമിൽ നിന്നും വിക്ഷേപിക്കാൻ കഴിയുന്ന ഒരു സാർവത്രിക മിസൈലാക്കി മാറ്റുന്നതിനുള്ള ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള സംയുക്ത സംരംഭത്തിന്റെ ഫലമാണിത്. ഇതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ നമ്മുടെ ചാനലിൽ നമ്മൾ ചെയ്തിട്ടുള്ളതുകൊണ്ട് കൂടുതലൊന്നും പറയുന്നില്ല. ഇനി പട്ടികയിലെ 1ാം സ്ഥാനം, അതെ, Su-30 MKI. 21ാം നൂറ്റാണ്ടിൽ ഇന്ത്യൻ വ്യോമസേനയെ നിർവചിച്ച ഒരു വിമാനമുണ്ടെങ്കിൽ അത് Su-30 MKI ആണ്. ഇതൊരു ദീർഘദൂര മൾട്ടി റോൾ സൂപ്പർ വിമാന റബിൾ 4.5+ തലമുറ യുദ്ധവിമാനമാണ്. ഇത് ഇന്ത്യൻ സ്പെസിഫിക്കേഷനുകൾക്ക് അനുസൃതമായി നിർമ്മിച്ചതാണ്. റഷ്യയിൽ നിന്നുള്ള അടിസ്ഥാന Su-30 MK ഫ്രഞ്ച്, ഇസ്രായേലി, ഇന്ത്യൻ ഏവിയേഷൻ ഉപയോഗിച്ച് പരിഷ്കരിച്ച ഇന്ത്യക്കായി ആത്യന്തിക Su-30 വേരിയന്റ് സൃഷ്ടിച്ച് I എന്നത് ഇന്ത്യയെ സൂചിപ്പിക്കുന്നു. ഇതിലെ I ഇന്ത്യയെ സൂചിപ്പിക്കുന്നു. അങ്ങനെയാണ് Su-30 MKI ആയി മാറിയത്. ഈ അത്ഭുതകരമായ യുദ്ധവിമാനത്തിന്റെ പോരാട്ടശേഷിയും വൈവിധ്യവും മനസ്സിലാക്കിയ ശേഷം IAF-272 വിമാനങ്ങൾക്ക് ഓർഡർ നൽകി. ഇന്ത്യയെ ലോകത്തിലെ ഏറ്റവും വലിയ Su-30 ഓപ്പറേറ്ററാക്കുന്നു. വ്യോമസേനയുടെ ശേഷിപ്പുകളിൽ Su-30 MKI ആണ് പ്രാധാന്യം. 4000+ കിലോമീറ്റർ ദൂരപരിധി, 8000 കിലോഗ്രാം ആയുധങ്ങൾക്ക് 12 ഹാർഡ് പോയിന്റുകൾ, പെസാബാസ് റഡാർ എന്നിവയിൽ മേഖലയിലെ മറ്റേത് യുദ്ധവിമാനത്തെയും ഇത് മറികടക്കുന്നു. ഈ പറഞ്ഞ എല്ലാ വെപ്പൺ സിസ്റ്റംസും നിലവിൽ ഇന്ത്യയുടെ അല്ലെങ്കിൽ നിലവിൽ കിട്ടിയ എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിന്റെയും അടിസ്ഥാനമാക്കി പറയുന്ന റിപ്പോർട്ടുകളിൽ നിന്ന് ലഭിച്ചവയാണ്. ഇത് കൂടാതെ പറയാതെയും പ്രത്യക്ഷത്തിനും അപ്രതീക്ഷിതമായി എല്ലാ രാജ്യങ്ങളും ഓരോ വെപ്പൺ സിസ്റ്റം ഡെവലപ്പ് ചെയ്തിരിക്കുന്നെന്ന് തീർച്ചയാണ്. സോ ലെറ്റ്സ് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. അടുത്ത വീഡിയോയുമായി ചക്രവ്യൂഹം വീണ്ടും വരാം.